ഇ ഡി നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇ ഡി മാത്രമല്ല, CBI, സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം, ഇപ്പോൾ ഇൻകം ടാക്സ്, ഇവരെല്ലാം രാജ്യത്ത് വലിയ തോതിലുള്ള വല വീശിയിട്ടുണ്ട്. ആർക്കെതിരെയാണ്? BJP ഇതര പാർട്ടികൾക്ക് നേരെയാണ്. ഇക്കാര്യത്തിൽ നമ്മൾ കാണേണ്ടത്, നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാന പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ആ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനമാണ്. കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെ വലിയ തോതിൽ ഇത്തരം ഏജൻസികൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ എതിർക്കും. എന്നാൽ അവരെ മറ്റ് കോൺഗ്രസ് ഇതര പാർട്ടികളുടെ കാര്യം വരുമ്പോഴോ അപ്പോൾ ഇ ഡിയോടൊപ്പമാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസിയോടൊപ്പമാണ്, കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പമാണ്. ഇത് രാജ്യത്തിൻ്റെ അനുഭവമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന ഉദാഹരണമാണ് കെജ്രിവാൾ. കെജ്രിവാളിൻ്റെ മേലെ വന്ന ആരോപണം അവിടുത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ടതാണല്ലോ. ആ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ഏറ്റവും വലിയ ആരോപണം ഉന്നയിക്കുന്നവരായി മാറിയത് കോൺഗ്രസ് ആയിരുന്നു. മാത്രമല്ല, അതിനകത്ത് പരാതി കൊടുക്കുന്നിടത്തേക്കും എത്തി. പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ ഭാഗമായി അവസരം കിട്ടി. ആ കേസാണ് ഇ ഡിക്ക് അവിടെ കടന്നു ചെല്ലാൻ ഇടയാക്കിയത്. ഇ ഡി കടന്നു ചെന്ന് ഒരു വർഷം മുൻപ് അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തു. എന്തായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? നിങ്ങളെ ശ്രദ്ധയിലില്ലേ? കോൺഗ്രസ് അന്ന് പറഞ്ഞത്, എന്തുകൊണ്ട് കെജ്രിവാളിനെ കേസിൽപ്പെടുന്നില്ല? കെജ്രിവാളല്ലേ ഇതിന്റെ സൂത്രധാരകൻ, എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇത് പറയുക മാത്രമല്ല, അതിൻ്റെ മേലെ വലിയ കോലാഹലം സൃഷ്ടിക്കാൻ ഡൽഹിയിൽ കോൺഗ്രസ് തയ്യാറായി. ഏതാ കേസിത്? ആ കേസിലാണ് സഞ്ജയ് സിംഗിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിലേക്ക് ചെന്നത്. എന്താ ഇ ഡിയോട് സുപ്രീം കോടതി പറഞ്ഞത്? നിങ്ങൾ ജാമ്യാപേക്ഷ എതിർക്കാതിരിക്കുന്നോ, അല്ല ഞങ്ങൾ തീരുമാനത്തിലേക്ക് കടക്കണോ? ഞങ്ങൾ തീരുമാനത്തിലേക്ക് കടന്നാൽ ഈ അന്വേഷണ രീതി ആകെ തള്ളിപ്പറയേണ്ടതായിട്ട് വരും. എന്തു ചെയ്യുന്നു? അവരാലോചിച്ച് ജാമ്യാപേക്ഷ എതിർക്കാതിരിക്കാന്ന് പറഞ്ഞു. അതിനപ്പുറം സുപ്രീം കോടതി ഇപ്പോൾ പോയില്ല. പക്ഷേ സുപ്രീം കോടതിയുടെ പ്രതികരണം വന്നത് ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചോ? എങ്ങനെയാണ് കേസുകൾ ചാർജ് ചെയ്യപ്പെടുന്നത് എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണമായിട്ടല്ലേ അത് വരുന്നത്. എന്തേ ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്? കാരണം നമ്മുടെ പ്രധാന മാധ്യമങ്ങൾക്ക് ഇതൊന്നും വാർത്തയായി കൊടുക്കുന്നത് അത്ര സുഖകരമായൊരു കാര്യമായിട്ട് വരുന്നില്ല. ആ ഭാഗം നിങ്ങളും മനസ്സിലാക്കണം. മാധ്യമ പ്രവർത്തകരെന്ന നിലക്ക് നിങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതാണോ രാജ്യത്ത് നടക്കേണ്ടത്? അപ്പോൾ ഇ ഡിയുടെ അന്വേഷണ രീതി ഈ തരത്തിലാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ വലിയ തോതിൽ ആരോപണം ഉയർന്നു വന്ന പ്രശ്നങ്ങളില്ലേ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ DLF എന്ന കമ്പനി റിയൽ എസ്റ്റേറ്റ് ഭീമനാണല്ലോ. അവരുടെ പേരിൽ കേസ് വന്നില്ലേ? ആ കേസിന്റെ കൂടെ ചേർത്ത് ആരെയായിരുന്നു ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നില്ലേ. ഞങ്ങൾ ഇതൊന്നും പറഞ്ഞ് നടക്കുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങൾ ആ തരത്തിലുള്ള രാഷ്ട്രീയമല്ല കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അതും പറഞ്ഞ് നടക്കലല്ല ഞങ്ങളെ പണി. ഇവിടെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിന്റെ പേരിലായിരുന്നില്ലേ ഏറ്റവും വലിയ ആരോപണം ഉയർന്നത്?
2018-ലാണത്. 19, 20, 21, 22. 2019-ലാണ്. 20, 21, 22 2-3 വർഷം. ആ 3 വർഷം കൊണ്ട് കാര്യങ്ങൾ മാറിയല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവർ നടത്തുന്ന വേട്ടയാടൽ എന്ന ക്യാപ്ഷനിലൂന്നിയാണ് സംസാരിക്കുന്നത്. EDയെ കടന്നാക്രമിക്കുകയാണ് മുഖ്യമന്ത്രി. ഒപ്പം തന്നെ കോൺഗ്രസിലേക്ക് കാര്യങ്ങൾ EDയുടെ അന്വേഷണം വരുമ്പോൾ കോൺഗ്രസ് കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. മറ്റ് പാർട്ടികളുടെ കാര്യത്തിൽ അതേസമയം EDക്കൊപ്പം എന്ന നിലപാടാണ് ഉള്ളത് എന്ന് മുഖ്യമന്ത്രി പറയുകയായിരുന്നു.